20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. വിരളിലോലൻ രഘുവരനുണർന്നു, ഷഡ്ജം മറന്നു. തകിടതക തകിടതക പറയുമ്പോലെ അതുപോലെ എന്നും മറന്നു. ഇവിടെ ആര് വരാൻ വേണ്ടിയിട്ട്? ഹലോ പ്രദീപ്. ഹലോ, ടി കെ മേശരിയല്ലേ? ആ അതെ 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 അതെ, ടി കെ ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ രവിയാണ് സംസാരിക്കുന്നത്. പറയും. മേശരി, എന്റെ വണ്ടി എന്തായി? വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല കേട്ടോ. എത്ര രൂപ ആവും? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനുള്ളല്ലേ? അല്ല, സാധാരണയായിട്ട് ഇവിടെ പണി ചെയ്യുന്ന വണ്ടികളെല്ലാം ഞാനാണ് വാങ്ങാറുള്ളത്. അതിന് ഹോബി ആയി പോയി. ഒന്നും പറയാനില്ല. ഞാൻ എല്ലാം ഡീൽ ചെയ്തോളാം കേട്ടോ. രാവിലെ വീട്ടിൽ വരാം. ശരി. അയ്യോ, ആ വണ്ടി ഞാൻ വാങ്ങിക്കേണ്ടി വരും. അമ്പിളിക്കുട്ടൻ എന്നുള്ളൊരു പണിക്കാരൻ വണ്ടിയിൽ കൈവച്ച് കഴിഞ്ഞാൽ ആ വണ്ടി എല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. അങ്ങനെ വാങ്ങിച്ച് സിനിമയുടെ മമ്മൂട്ടിയെക്കാളും എനിക്ക് വണ്ടിയായി. അയ്യോ, രാവിലെ ഒരു കാറിന്റെ ആർമേച്ചർ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടേണ്. വർക്ക്ഷോപ്പ് അടയ്ക്കും മുമ്പെങ്കിലും വരുമായിരിക്കും. കിട്ടി വന്നാലേ കിട്ടി. നിന്റെ സ്വഭാവം വെച്ച് കിട്ടിയില്ലെങ്കിൽ നീ ചോദിച്ചു വാങ്ങിക്കുമല്ലോ. എനിക്കറിയാം, സ്വാഭാവികം. മേടിക്കാൻ പറഞ്ഞോട്ട് സാധനം ആർമേച്ചർ വാങ്ങിച്ചേട്. 6 മിച്ചർ ഇല്ലായിരുന്നു, പിന്നെ 5 ഓറ് മിച്ചറും 1 ഓറ് പക്കാവടയും മേടിച്ചു. കിഴങ്ങ ഇവിടെ വണ്ടിയുടെ ആർമേച്ചർ വാങ്ങിയാൽ പറഞ്ഞു മിച്ചറും കപ്പലണ്ടിയൊക്കെ കക്കാവടയൊക്കെ വാങ്ങിച്ചോണ്ട്. അതെന്തോന്ന് ആർമേച്ചർ? അപ്പൊ അത് പറഞ്ഞൂടെ? ബാക്കിയെല്ലാം എനിക്കങ്ങ് അറിയാം. നീ ഇപ്പൊ വല്ല പണിയും ചെയ്യാൻ നോക്ക്. ഞാൻ ഏത് വണ്ടി റെഡി കാരണം? ശബരി എക്സ്പ്രസ്. അതിന് കംപ്ലൈന്റ് ഇല്ല. അത് കയറി ഇറങ്ങി പോകുമ്പോ നിന്റെ കംപ്ലൈന്റ് തീരും. മലയാളി, ഞാൻ ഇത്രയും ദൂരം പോയിട്ട് വന്നില്ലേ? ചായ കുടിക്കാൻ എന്തെങ്കിലും താ മലയാളി. ചായ കുടിക്കാൻ എന്തെങ്കിലും തരാം. എത്ര രൂപ വേണം? 1000 രൂപ. നീ ബക്കറ്റിലാണോ ചായ കുടിക്കണത്? 1000 കൊടുവ. വെറുതെ എന്നെ താറ്റല്ലേ? നിന്നെ താറ്റല്ലെന്നാ? എടാ, രഘുവിന്റെ വണ്ടി എടുത്ത് നീ കുഴിയിട്ട് എന്തിനാണ്? അതിന്റെ ഷോക്കോസ്പർ വർക്ക് ചെയ്ത് നോക്കണ്ടേ? അതുകൊണ്ടാണോ നീ കുഴിയെ കൊണ്ടിട്ടത്? ഇപ്പൊ വണ്ടി ഒന്ന് കാണണം മുതലാളി. മറ്റേ കുഞ്ഞിക്കുഞ്ഞ സിനിമയിലെ ദിലീപ് ഇരിക്കുന്നവർക്ക് ഇങ്ങനെ എടാ, അതിന്റെ ഷോക്ക് അബ്സർവറിന് അല്ലായിരുന്നു കംപ്ലൈന്റ്. എയർ ബാഗ് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ സംശയം പറഞ്ഞതാ. ആദ്യം ഞാൻ മതിലിൽ കൊണ്ട് ഇടിച്ചു നോക്കി. അതിനെ കൊണ്ടിടിച്ചാ? എയർ ബാഗിന് ഒരു കുഴപ്പമില്ല, തുറന്നു വന്നു. ഞാൻ വണ്ടി എനിക്ക് വാങ്ങിച്ചു തരുവാടാ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മുതലാളി. വെറുതെ ആവശ്യമില്ല ഇനി എന്നെ അതും ഇതൊന്നും പറയരുത്. എന്ത്? ഞാൻ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി. ബിസിനസ്? മണി ചെയിൻ ബിസിനസ്. അതിനവളെ മാപ്പിള സമ്മതിക്കുവോ? ആര്? മണിച്ചീര മാപ്പിള. മണി ചെയിൻ ബിസിനസ് എന്തിനാ സംഭവം? ഞാൻ മുതലാളിയും കൂടെ ചേർക്കായിരുന്നതാ. അതായത് മുതലാളി, ഇന്ന് ഞാൻ മുതലാളി ചേർത്തെന്ന് വെച്ചോ, കുറച്ച് കഴിയുമ്പോ മുതലാളിയുടെ താഴെ 2 പേരൂടെ വരും. കുറച്ച് കഴിയുമ്പോ മുതലാളിയുടെ താഴെ 2 പേരൂടെ വരും. ഇന്നാണെങ്കിൽ വേണ്ട. അത് മറന്നു. എടാ, അതൊക്കെ ഭയങ്കര കള്ളത്തരമാണ്. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. നീ അതിനൊന്നും ചേരല്ലേ? പൈസ പോവാടാ. നീ ഒരു കാര്യം ചെയ്. നീ ഇവിടെ പണി ചെയ്തിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ച് ജീവിക്ക്. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. അതെന്ത് കാര്യം? എനിക്ക് എന്റെ ഷീബയെ മറക്കാൻ പറ്റത്തില്ല മുതലാളി. അതാരടാ? എന്റെ 10ാം ക്ലാസ്സിലെ ലൈൻ. ഓ, പ്രേമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഷീബ അവള് എന്റെ അടുത്തുള്ള പ്രേമം കാരണം 10ാം ക്ലാസ്സിൽ തോറ്റു. എന്നിട്ട് അവളെ അച്ഛൻ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി. അപ്പൊ നീയാ? ഞാനും പോയി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ. പ്രേമിച്ച പെണ്ണിന് വേണ്ടി നീയും 10ൽ തോറ്റല്ലടാ? അല്ല, ഞാൻ 10 വരെ പോയിട്ടില്ലല്ലോ. 9ൽ തോറ്റു. 9ലല്ല, 8ൽ തോറ്റു. 8അല്ല, 7ല. സ്കൂളിൽ പോയിട്ടുണ്ട് 2 വട്ടം. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് ഞാൻ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പൊ അവൾ അച്ഛൻ എന്ത് ചെയ്ത് അവളെ പിടിച്ച് തയ്യൽ ക്ലാസ്സിൽ കൊണ്ടാക്കി. ഞാൻ അവിടെ പോയി. അപ്പൊ വീണ്ടും അവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. ഞാൻ വീണ്ടും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവള് തയ്യൽ ക്ലാസ്സിൽ പോയി. ഞാൻ കൂടെ പോയി. അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് തയ്യല് ടൈപ്പ് റൈറ്റിംഗ് തയ്യൽ ആകെ വട്ടായിട്ട് അവസാനം ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ഞാനൊരു പാന്റ് അങ്ങ് തയ്ച്ചു. അവള് തയ്യൽ മെഷീനിൽ എംബ്രോയിഡറി വെച്ചൊരു ആധാരം എഴുതി. എന്തിന്റെ ഇത്? അന്ന് എനിക്ക് ഈ ബുദ്ധിക്ക് ഇച്ചിരി കുറവുണ്ടായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ CBIയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നീ അവളെ മറന്നല്ലേ? അല്ല, അങ്ങനെ മറക്കാൻ പറ്റില്ല മലയാളി. ഇവളെ അച്ഛനെ ഞാൻ പറഞ്ഞുതരാം. എന്റെ ശല്യം കാരണം ബാംഗ്ലൂർ കൊണ്ടാക്കി. അപ്പൊ നീയോ? ഞാൻ വിടുവോ? ഞാൻ ഇവിടുന്ന് നേരെ ട്രെയിനിൽ കയറി ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്തിട്ട് ഡൽഹി പോയി ഇറങ്ങി. ബാംഗ്ലൂരല്ലേ ഇറങ്ങേണ്ടത്? ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്തിട്ട് കന്യാകുമാരി പോയി ഇറങ്ങി. ബാംഗ്ലൂരല്ലേ ഇറങ്ങേണ്ടത്? ഇറങ്ങിപ്പോയെന്ന്. എന്നിട്ടാ അങ്ങനെ 1 മാസം കൊണ്ട് ഇന്ത്യയിലെ സകലമാന സംസ്ഥാനം ഞാൻ കണ്ടുവരുത്ത മുതലാളി. അപ്പോഴാണ് മുതലാളി വേദനയോടെ ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്തുവന്നു? ഇന്ത്യയിൽ ബാംഗ്ലൂർ ഇല്ല മുതലാളി. ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യം മാത്രമാണ്. ട്രെയിനിൽ കിടന്ന് വായുമ്പോഴൊന്നും ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ ഇല്ലെന്ന് ഐതിഹ്യം. അല്ല, പണിയും ചെയ്യും. പിന്നെ മുതലാളി, അടുത്ത ആഴ്ച ബോംബെയിൽ വെച്ച് അവളെ കല്യാണമാണ്. മുതലാളി എന്റെ കൂടെ നിൽക്കണം. കിടക്കുകയാണോ ചെയ്യണത്? അതല്ലെന്ന്, നശിപ്പിക്കണം.
എന്റെ പേര് ടി കെ രവി എന്നാണ്, അല്ലാതെ ടി ജി രവി എന്നല്ല. കല്യാണം നമുക്ക് പോകാം. അതൊക്കെ ശരിയാക്കാം. ഞാൻ പണ്ട് മുമ്പേ ആയിരുന്നു. ഇപ്പൊ പിന്നെ പറയണ ഞാൻ ചോദിച്ചു വാങ്ങുന്നതാണല്ലോ എല്ലാം. എടാ മുംബൈയിലും പണ്ടത്തെ ബോംബെ ബോംബെ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ശാരദാക്കന്റെ കൂടാ. ആരൂടെ എന്തോ ചോദിച്ചത് നീ? ആരെ കൂടെ ആയിരുന്നു? ഞാനാ? ഞാൻ ഷാറൂഖ് ഖാന്റെ കൂടാ. ഷാറൂഖ് ഖാന്റെ ബോഡി ഗാർഡ് ഞാനല്ലായിരുന്ന. ഷാരൂഖ് ഖാന്റെ ബോഡി ഗാർഡാ നിങ്ങളാ? എനിക്ക് മുംബൈയിൽ പരിചയക്കാരെ ബന്ധുക്കളുണ്ടാ? ഇല്ല. അപ്പൊ ഞാൻ ഷാരൂഖ് ഖാന്റെ ബോഡി ഗാർഡ്. അങ്ങനെ അവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ തണുപ്പൊന്നുമല്ല, സംസാരിക്കാൻ പോലും പറ്റൂല. ഒരു ദിവസം ഞാനിങ്ങനെ ടെന്റിലിരുന്നപ്പോ ഷാരൂഖ് ഖാൻ ഓടി എന്റെ അടുത്ത് വന്നിട്ട് എന്തോ പറഞ്ഞു. വായിന്നൊരു 10-35 ഐസ് കട്ട ഒന്നും. അങ്ങനെ എനിക്ക് എന്താണ് പറഞ്ഞെന്ന് അറിയണമല്ലോ. ഒരു ചുറ്റി എടുത്ത് ആ എല്ലാ ഐസ് കട്ട അടിച്ചു പൊട്ടിച്ചപ്പോ അതിനകത്ത് തങ്ങി നിന്നിരുന്ന വാക്കുകളെല്ലാം പുറത്തു വന്നു. ചോദിക്കുകയാണ്, രവിയണ്ണ വണ്ടി തള്ളിത്തരാൻ പറ്റുമോ? എന്തിന് ഷാരൂഖ് ഖാന്റെ വണ്ടി തള്ളുന്നത്? ഇവിടെ ഇരുന്ന് തള്ളയല്ലേ? ഒരു കാര്യം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, എന്നെ പ്രാന്തെടുപ്പിച്ചോണ്ടിരിക്കും. ഇവിടെ ഒരു പെൻസിൽ ഇരുന്നല്ല അത് എഴുതാനുള്ളത്, കുറച്ച് സാധനം വാങ്ങിക്കുന്നുണ്ട്. പെൻസിൽ ഞാൻ ഇന്നലെ മാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കിടില പെൻസിൽ തന്നെ. എവിടെ പെൻസിൽ? എവിടെ? അയ്യോ, അത് ഒടിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവന്റെ വായിരിക്കണേക്കണമല്ലോ. പെൻസില് ഒരു ചെറിയ പെൻസിലല്ലേ? ഞാൻ തന്നത് വലിയ പെൻസിലാ. അമ്പളിക്കുട്ടാ ഇങ്ങ് വാ. അതായത് നീ തന്ന വലിയ പെൻസിൽ ഉണ്ടല്ല, അത് പ്രസവിച്ച കുഞ്ഞു പെൻസിലാണിത്. പെൻസിൽ വാവാ എഴുതട്ടെ. നീ അല്ല ഇവിടെ നിന്ന് ഉറച്ചു. എടാ 12 ഇഞ്ചിന്റെ സ്പാനർ എടുത്തോണ്ട് അത് മുറുക്കടാ. അത് 12 ഇഞ്ചിന്റെ വലിയ സ്പാനർ എടുക്കാൻ പറഞ്ഞപ്പോ ഈ ചെറുത് 2 ഇഞ്ചിന്റെ ആണ് കൊണ്ടുവരണത്. അത് തന്നെ മുതലാളി തന്ന 12 ഇഞ്ചിന്റെ സ്പാനർ ഇല്ലേ, അത് പ്രസവിച്ചതാണ് ഈ 2 ഇഞ്ചിന്റെ കുഞ്ഞ് സ്പാനർ. അങ്ങനെയാണെങ്കിലേ ഈ പ്രസവിച്ചെടുക്കുന്ന 12 ഇഞ്ചിന്റെ സ്പാനർ ഡിസ്ചാർജ് ചെയ്തും കൊണ്ടുപോവാ. പ്രസവ സിസേറിയനായിരുന്നു, 12 ഇഞ്ചിന്റെ സ്പാനർ മരിച്ചു. 12 ഇഞ്ചിന്റെ സ്പാനർ കൊണ്ട് കളഞ്ഞിട്ട് ടൈമിങ് തെറ്റിയടാ. ഇല്ല മുതലാളി എന്തായാലും എന്നെ അടിക്കുമല്ലോ, അപ്പൊ ഞാൻ എക്സ്പ്രഷൻ കാണിക്കണ്ടേ, അത് അഡ്വാൻസ് ആയിട്ട് ഇട്ടതാ. പിന്നെ നാളെ കൊടുക്കേണ്ട വണ്ടികളൊക്കെയാണ് കേട്ടാ. എല്ലാ സമയത്തിനും നോക്കിക്കോണേ. പിന്നെ മുതലാളി ഒരു മിനിറ്റ്, മുതലാളിക്ക് ഹെഡ് വേണോ ടൈല് വേണോ? വേറെ ഉടായ്പ കൊണ്ട് വരുമായിരിക്കും. അല്ല മുതലാളിക്ക് ഹെഡ് വേണോ ടൈല് വേണോ പറ. എന്താണ് സംഭവം എന്ന് പറ. സംഭവം ടൈല് വീണ മുതലാളി ആഗ്രഹിക്കുന്ന കാര്യം നടക്കും, ഹെഡ് വീണ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. എനിക്ക് ടൈല് മതി. ഹെഡ് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. എന്താണ് ഞാൻ ആഗ്രഹിച്ച കാര്യം? ഞാൻ പണിക്കില്ല, വീട്ടിൽ പോകണം. അത്യാവശ്യം വീട്ടിൽ പോണ കാര്യം എന്താണ്? ഒരാൾ ഇന്ന് ടിവിയിൽ ഉക്കിലെ ഒരു സിനിമയുണ്ട്. ഏത് സിനിമ? ബാഹുബലി. ബാഹുബലി കഴിഞ്ഞിട്ട് കൗണ്ടർ മ്യൂസിക്. കൗണ്ടർ മ്യൂസിക് അല്ല, സെക്കൻഡ് പാർട്ട് ബാഹുബലി 2. അതായിരുന്നു. നീ ഒരിടത്തും പോട്ടെ, ഇവിടെ എന്നാ കേട്ടാ ഒരുപാട് പണി കിടക്കുകയാണ്. ഇത് മലയാളി വന്നു ചെടി എണക്കാൻ പോണു, കണ്ടുപോടാ. എടാ വൈകുന്നേരം 6 മണിയാകുമ്പോൾ എനിക്ക് വല്ലതും കഴിച്ചില്ലെങ്കിൽ എന്താണ് കഴിച്ച എനിക്ക് ഭയങ്കരമായിട്ട് കൈ പറയ്ക്കുവാടാ. അതുകൊണ്ടാണ്. നമ്മളിക്കുട്ടാ, നമ്മൾ സാധാരണയായിട്ട് മദ്യം കുടിക്കുന്നത് എന്തിനാണ്? തലയ്ക്ക് വെളിവില്ലാതെ ആണാ. ദൈവം സഹായിച്ചു ജന്മനം നിനക്ക് ഒരുപാട് വെളിവില്ലായ്മ. ഇതും കൂടെ വലിച്ചു കേട്ടേണ്ട കാര്യമല്ല കേട്ടാ. മണ്ടത്തരം പറയാൻ പണിയായി. മണ്ടത്തരം ഒരാളെ ഒരു മണ്ടത്തരം കാണിക്കാറില്ല. ഇടേ ഞാൻ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അതൊക്കെ പണ്ട്. ഇപ്പോഴും ഉണ്ട്. നീ പണിയായി. എന്തിനാ മുതലാളി ഓയിൽ എടുത്ത് കുടിക്കുന്നത്? അതേ കളറുള്ള സാധനം ഡെയിലി വൈകുന്നേരം ചെന്നില്ലെങ്കിലേ എന്റെ ആന്തരികമായി എന്നോട് പരാതി കറങ്ങി തിരിഞ്ഞ് നിൽക്കാൻ ഒരു കാര്യം ചെയ്. ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്താ? അയ്യോ ഈ വണ്ടി കുഴപ്പമൊന്നുമില്ല, ചെറിയ കംപ്ലൈന്റേ ഉള്ളൂ. ചെറിയ കംപ്ലൈന്റാ? ആ കംപ്ലൈന്റ് നോക്കണം. കേരളേ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, കേരളേന്ന്. ചെറിയ കംപ്ലൈന്റ് അല്ലേ ഉള്ളൂ. കേരള സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാലല്ലേ അറിയാവൂ. ഈ രവി പണിത വണ്ടികളൊന്നും മോശമാവാറില്ല. ഓ ഞാൻ പറഞ്ഞില്ലേടാ അമ്പിളിക്കുട്ടാ, അമ്പിളിക്കുട്ടോ, ഞാൻ പറഞ്ഞില്ലേ വണ്ടി ശരിയായിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല കേട്ടോ, എല്ലാം ഓക്കെ. രവി ഒരു കാര്യത്തിന് വേണ്ടി വണ്ടി തൊട്ട ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന്. എന്തോന്ന്? ഒരു വട്ടം വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാലേ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവും, പിന്നെ ഗ്ലാസും താഴത്തില്ല, ഡോറും തുറക്കാൻ പറ്റത്തില്ല. സമയം എന്താ ഇപ്പൊ? മണി 6 കഴിഞ്ഞു. സുഗുണന്റെ വെൽഡിംഗ് വർഷം അടച്ചു കാണും. നാളെ ഞായറാഴ്ച അവൻ തുറക്കത്തുമില്ല. ഈ തിങ്കളാഴ്ച ഇടയ്ക്കൊക്കെയാണ് അവൻ കടവർക്ക്. തിങ്കളാഴ്ച തുറന്ന് എന്നാ പോലെ ഞാൻ വന്ന് വെളിയിലാക്കി തരാം.
അമ്പിളിക്കുട്ടാ, എന്താ മുതലാളി? ഞാൻ പറയുന്നത് കേൾക്കാമോടാ? ചെറുതായിട്ടൊക്കെ കേൾക്കാം. നീ ഒരു കാലത്ത് നന്നാവില്ലടാ, ഗുണം പിടിക്കില്ല. അയ്യോ അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ അറിയായി. അമ്പിളിക്കുട്ടാ, ചെറുതായിട്ടെങ്കിലും കേൾക്കാവോ? കേക്കാം. പോരാനവനാതി. ഇപ്പൊ കറക്റ്റ്. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്.